നിങ്ങളൊരു ദിവസം രാത്രി സെക്കൻഡ് ഷോക്ക് ടോം ആൻഡ് ജെറി കാർട്ടൂണും കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കാണ് റോട്ടിൽ കൂടെ നടന്നു വരുന്നത്. എന്നാൽ പെട്ടെന്നാണ് തൊട്ടരികിൽ നിന്നായിട്ട് നിങ്ങൾ ഒരാൾ കരയുന്ന ശബ്ദം കേൾക്കുന്നത്. സംഭവം എന്താണെന്നറിയാൻ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കി. പുല്ലെല്ലാം വകച്ചു മാറ്റിയിട്ട് ദൂരേക്ക് നോക്കുന്ന നേരം നിങ്ങൾ കാണുന്നത് ഒരാൾ ക്രൂരമായിട്ട് ഒരാളെ കൊല്ലുന്നതാണ്. ഇത് കണ്ട് പേടിച്ചു പോകുന്ന നിങ്ങൾ വേഗത്തിൽ തന്നെ അവിടെ നിന്നും മാറി നിൽക്കാനായിട്ട് തിരിയുന്ന നേരം പെട്ടെന്ന് അവിടെ നിന്ന് വീണ് പോവാണ്. എന്നാൽ അത് കില്ലർ കണ്ടോ കണ്ടില്ലേ എന്ന് നിങ്ങൾക്കറിയില്ല. എന്നാലും വീട്ടിലേക്ക് വേഗത്തിൽ ഓടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു തോന്നല്, ഇനി പദവാ കില്ലർ എൻ്റെ മുഖം കണ്ട് കാണുമോ? ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഇതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ സിനിമയുടെ വൺലൈൻ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സിനിമയുടെ വൺലൈൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കാം. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് സിനിമയുടെ പകുതിയോളം ഞാൻ പറഞ്ഞു പോയോന്ന് നിങ്ങൾ പേടിക്കേണ്ട. ഇതൊരു വൺലൈൻ ആണ്. വൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈനാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും സിനിമ കാണാനായിട്ട് ഇഷ്ടംപോലെ ബാക്കിയുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ എല്ലാവരോടും കൂടെ ആയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ മറ്റൊരു ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അത് സിനിമയുടെ കഥ പറയുന്ന ചാനലല്ല, ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. അതിൽ സിനിമയിലെ നടന്മാരുടെയും നടിമാരുടെയും അതുപോലെ സിനിമയിലെ മ്യൂസിക്കിൻ്റെ എല്ലാം ചരിത്രങ്ങളും അതും ഇതെല്ലാം പറയുന്നതാണ് അപ്ലോഡ് ചെയ്യുക. ആണ്ടിൽ ഒരിക്കലും മാത്രം വീഡിയോസ് ഇടുന്ന ആ ചാനലിൽ എന്നും വീഡിയോസ് ഒന്നും വരാറില്ല. പക്ഷേ ഇന്നൊരു വീഡിയോ അതിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അനിയനും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള അജ്മലാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ എല്ലാവരും കാണണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. കാരണം ആ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലെങ്കിൽ അവൻ കടയിലേക്ക് എന്തിനോ കയറെങ്ങാനും വാങ്ങാൻ പോകുമെന്നൊക്കെയാണ് പറഞ്ഞ്. കയർ എന്തിനാണ് അവൻ വാങ്ങുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ അവനെ കൊണ്ട് വെറുതെ അങ്ങനെ ഒരു കാര്യം ചെയ്യിക്കണ്ടല്ലോ. കാരണം അവൻ പറഞ്ഞിരിക്കുന്നത് എനിക്കും ഒരു കയർ വാങ്ങുമെന്നാണ്. അതും എന്തിനാണെന്നറിയില്ല. എന്തായാലും നിങ്ങളൊരു 10 പേരെങ്കിലും അവിടെ വന്ന് വീഡിയോ കാണുമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2018 റിലീസ് ചെയ്ത ദ വിറ്റ്നസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ രാത്രി ഒരു ബ്ലാക്ക് കാറ് റോട്ടിൽ കൂടെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ കാർ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിലേക്ക് ചെല്ലും. എന്നാൽ പെട്രോൾ അടിക്കാനായിട്ട് വരുന്ന പയ്യന് കാറിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലൊരു തോന്നൽ. കാറിനകത്തെന്ന് വെച്ചാൽ കാറിൻ്റെ ഡിക്കിയിൽ വെച്ച്. അവൻ അതങ്ങനെ ശ്രദ്ധിക്കുന്ന നേരം കാറിനകത്തിരിക്കുന്നയാൾ പാട്ടിൻ്റെ ശബ്ദം കുറച്ചുകൂടെ വോളിയം കൂട്ടും. എന്നാൽ പയ്യന് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എന്നാൽ ആ കാറിൻ്റെ ഡിക്കിയിൽ ശരിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്തായാലും പെട്രോൾ അടിച്ചു കഴിയുന്ന കാറ് നേരെ ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ആ പെൺകുട്ടി കയ്യിലും കാലിലും എല്ലാം കെട്ടിവെച്ചിരുന്ന കയറ് എങ്ങനെയൊക്കെയോ ഊരി മാറ്റുന്നുണ്ട്. അങ്ങനെ ആ കാറിൽ നിന്ന് ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ വലിയൊരു കുഴി ഒഴിക്കും. അത് ആ സ്ത്രീക്ക് വേണ്ടിയുള്ള കുഴിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അവൻ വന്ന് ഡിക്കി തുറക്കുന്ന നേരം പെട്ടെന്നാണ് അവൻ്റെ മുഖത്തൊരു അടിയടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. എന്നാൽ അവൻ തൊട്ടു പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും അവളെ പിടിക്കാനായി പറ്റുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയാണ്. ഹീറോയുടെ പേര് കിം എന്നാണ്. കിം ഇപ്പോൾ ഒരു സ്ത്രീ പറയുന്ന പരാതി കേട്ടുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ സ്ത്രീയുടെ മകൻ ഇവിടെ വെച്ച് ആക്സിഡന്റ് ആയി. എന്നാൽ അതൊരു ആക്സിഡന്റ് ആണെന്ന് ആ സ്ത്രീ വിചാരിക്കുന്നില്ല, ഉറപ്പിക്കുന്നില്ല. കാരണം മകന്റെ കണ്ണുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒരു കാറ് വന്നിടിച്ചാൽ കാലിനും കൈക്കുമൊക്കെ അല്ലേ കാര്യമായിട്ട് പരിക്ക് പറ്റേണ്ടത്. എന്നാൽ കാലിനും കൈക്കും കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയില്ല, കണ്ണിനാണ് കാര്യമായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഹീറോയോട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോ എല്ലാം ശ്രമിക്കാം, ഞാൻ നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അന്ന് രാത്രി ജോലി കഴിയുന്ന ഹീറോ മറ്റൊരു ഫ്ലാറ്റിൽ പുതിയൊരു അപ്പാർട്ട്മെന്റ് എടുത്തതിന്റെ ചെലവായിട്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണ്. ചെലവെന്ന് പറഞ്ഞാൽ ട്രീറ്റ്. അതായത് നിങ്ങൾ പുതിയ ബൈക്കോ സൈക്കിളോ കാറോ ഒക്കെ വാങ്ങിയാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം എല്ലാം വാങ്ങിച്ചു കൊടുക്കില്ലേ? അതുപോലെ ഹീറോ പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഭാര്യയോട് വിളിച്ചു പറയും, ഞാൻ ഇന്ന് വരാൻ കുറച്ചൊന്ന് വൈകും, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആഘോഷത്തിന്റെ ഇടയിൽ ഹീറോ കൂട്ടുകാരോട് എല്ലാവരോടും പറയും, എൻ്റെ വീടിന്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് നോക്കിയാലേ വലിയ വലിയ മലകൾ കാണാം, ആഘോഷമൊക്കെ കാണാം, അത്രയും ഭംഗിയാ സ്ഥലം. അങ്ങനെ കാര്യമായിട്ടുള്ള തള്ളലെല്ലാം തള്ളി ഹീറോ തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് തന്നെ വരികയാണ്. ഈ സമയം നമ്മൾ വീണ്ടും കാണുന്ന ആ പെൺകുട്ടിയാണ്. ആ പ്രാന്തനാണെങ്കിൽ അവൾ ഇതുവരെ പിടിക്കാനായി പറ്റിയിട്ടില്ല. ഈ സമയം ഹീറോ തിരികെ ഫ്ലാറ്റിലെത്തി ലിഫ്റ്റിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്ന നേരം അകത്തിട്ടായിരുന്ന സ്ത്രീ ഒന്ന് പേടിക്കും. ഹീറോ പറയും, ഞാൻ ഇവിടുത്തെ പുതിയ താമസക്കാരനാണ്, ഞാൻ ഇതുപോലെയൊക്കെയാണ് രാത്രി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക, നിങ്ങൾ ഇനിയും എന്നെ കണ്ടാൽ പേടിക്കൊന്നും വേണ്ടാട്ടോ. അന്നേരം ആ സ്ത്രീ പറയും, ഞാൻ നിങ്ങളെ കണ്ട് പേടിച്ചല്ല, നിങ്ങളൊരു സ്ത്രീ കരയുന്ന ശബ്ദം കേട്ടിരുന്നോന്ന്. എന്നാൽ ഹീറോ പറയും, ഞാൻ അങ്ങനെയൊന്നും കേട്ടില്ലല്ലോ. എന്തായാലും ലിഫ്റ്റ് മേലെ എത്തുന്ന നേരം ആ സ്ത്രീ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് പോകുന്ന നേരം ഹീറോ പറയും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഞാൻ പുതിയൊരാളല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കുക. എന്നിട്ട് ആ ബോട്ടിലെല്ലാം കൂടി എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് കൊടുക്കും. ഒരു പ്രത്യേക തരം ജെന്റിൽമാൻ. എന്തായാലും ഇവിടെ ആ പെൺകുട്ടി ഓടി ഓടി അവസാനം ആ ബിൽഡിങ്ങിനടുത്തേക്കാണ് എത്തുക. ആ വലിയ ഫ്ലാറ്റില്ല ഹീറോ നിൽക്കുന്ന, അതിനടുത്തേക്കാണ് എത്തുക. അവൾ ആർത്ത് വിളിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ആരും ഒരക്ഷരം പോലും കേൾക്കുന്നില്ല. ഈ സമയം ഹീറോ ആണെങ്കിൽ തിരികെ അപ്പാർട്ട്മെന്റിലെത്തി മകൾക്കായിട്ട് കഴിക്കാനായി ഒരു ലേസും വെച്ച് കൊടുത്ത് നടുവിലകത്തേക്ക് വന്ന് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ഈ സമയമാണ് ആ പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുക. അത് തോന്നിയതാന്ന് വിചാരിക്കുമ്പോഴേക്കാണ് പിന്നെ ശബ്ദം കേൾക്കുക. ആ ലിഫ്റ്റിൽ നിന്ന് ആ ലേഡിയും പറഞ്ഞിരുന്നല്ലോ ഒരു ശബ്ദം കേട്ടിരുന്നു എന്ന്. എന്തായാലും ഹീറോ
പുറത്തേക്ക് ചെന്ന് നോക്കും. അന്നേരം കാണുന്നത് ഒരു പെൺകുട്ടി ഓടി വന്ന ആ തറയിൽ വീണ് നിരങ്ങി നിരങ്ങി അങ്ങനെ പോകുന്നതാണ്. തൊട്ടു പിന്നാലെയാണെങ്കിൽ ആ കൊലയാളിയുണ്ട്. അവൻ കൂടുതലൊന്നും കാത്തു നിന്നില്ല. പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന മേട്ടിയെടുത്ത് അവളുടെ തല കടിച്ചടിച്ച് അവളെ കൊന്നുകളയും. ഇത് കണ്ട് ഞെട്ടിത്തരിക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാനായി ഫോൺ എടുക്കുന്ന നേരം പെട്ടെന്നാണ് ഭാര്യ റൂമിലെ ലൈറ്റ് ഇടുക. കണ്ടു പേടിക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ ഓടി വന്ന ലൈറ്റ് ഓഫ് ചെയ്യും. ഈ ലൈറ്റ് എങ്ങാനും ആ കില്ലർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ റൂമിൽ ലൈറ്റ് വന്ന കാര്യം കില്ലർ അറിഞ്ഞു. ഇവിടെ ഭാര്യ ചോദിക്കും, നിങ്ങൾ വെള്ളടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ പുതിയ ഓരോ കാര്യങ്ങളാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്തായാലും പോയി കിടന്നുറങ്ങും മനുഷ്യാന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ അകത്തേക്ക് ചെല്ലും. ഹീറോ തിരികെ ആ ബാൽക്കണിയിലേക്ക് തന്നെ വന്ന് മെല്ലെ പുറത്തേക്ക് ചില്ലിക്കൂടെ ഏന്തി നോക്കുന്നേരം ആ കില്ലറാണെങ്കിൽ അങ്ങോട്ട് തന്നെയാണ്, ഹീറോയെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. പോലീസിനെ വിളിക്കാമെന്ന് വിചാരിച്ച് തറയിൽ വീണിരുന്ന ഹീറോയുടെ ഫോൺ എടുക്കുന്ന നേരം അതിന്റെ ബാറ്ററി മാത്രം അവിടെ എവിടെയും കാണുന്നില്ല. ബാറ്ററി എവിടെയോ മിസ്സായി. ഈ ഒരു സമയം ആ പ്രാന്തനാണെങ്കിൽ ഹീറോയുടെ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കി വിരലുകൊണ്ട് ഒരു ആംഗ്യം കാണിക്കും, ഒരു വാണിംഗ് കാണിക്കും. ഇതെങ്ങാനും മേലെ പുറത്ത് പറഞ്ഞ നിന്നെയും കൊന്നുകളയുമെന്നാണ് അതിന്റെ അർത്ഥം. ഇത് കാണുന്ന ഹീറോ പെട്ടെന്ന് തന്നെ പേടിച്ച് റൂമിൽ നിന്ന് കിട്ടിയ ഒരു ബാറ്റും എടുത്തിട്ട് വാതിലിന് മുന്നിൽ വന്ന് കാവൽ നിൽക്കും. അവനെങ്ങാനും വന്ന് അടിച്ചു കൊല്ലാനാണ് വിചാരിക്കുന്നത്. കുറച്ച് കഴിയുന്നേരം ഹീറോയുടെ ഡോറിനിട്ട് ആരോ മുട്ടും. ആരാന്നറിയാൻ ക്യാമറയിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നേരം അവിടെ ആരെയും കാണുന്നില്ല. കുറച്ച് സമയം കഴിയുന്നേരം മെല്ലെ ഡോറ് തുറന്നു നോക്കും. എന്നാൽ അവിടെ ആരുമില്ല. അങ്ങനെ വാതിൽ അടയ്ക്കാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കില്ലർ വന്ന് മേട്ടിയെടുത്ത് അടിക്കാൻ നിൽക്കുന്നത്. എന്നാൽ ഇതെല്ലാം കൂടെ ഹീറോ ഇതുവരെ കണ്ടിരുന്ന ഒരു സ്വപ്നമായിരുന്നു. ഇതും കൂടെ കണ്ടു കഴിഞ്ഞേരം ഉള്ള ഉറക്കം കൂടെ അങ്ങനെ പോയി. ഇതേ സമയം താഴെ അടികൊണ്ട് കിടക്കുന്ന പെണ്ണില്ലേ, അവളുടെ ജീവൻ ഇതുവരെ പോയിട്ടില്ല, പാതി ജീവനുണ്ട്. അവളാണെങ്കിൽ മെല്ലെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് അതിൽ പോലീസിലേക്ക് നമ്പർ ഡയൽ ചെയ്യും. അപ്പോഴാണ് ആ കൊലയാളി വീണ്ടും അങ്ങോട്ട് തന്നെ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആ കോൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെവി വെച്ച് നോക്കുന്നേരം അവൾ പറയുന്നുണ്ട്, എന്നെ ഒന്ന് വെറുതെ വിടണേ, എന്നെ കൊല്ലല്ലേ എന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് കില്ലറിന്റെ മനസ്സലിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അവൻ വീണ്ടും ആ മേട്ടിയെടുത്ത് ചുറ്റികെടുത്ത് അവളുടെ തലയ്ക്ക് വീണ്ടും വീണ്ടും അടിച്ചടിച്ച് അവളെ കൊന്നുകളയും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഭാര്യ കാണുന്ന ഹീറോ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്. കാര്യം എന്താണെന്നറിയാനായി അവളും ചെല്ലുന്നേരം താഴെ പോലീസുകാരെല്ലാവരും വന്നിരിക്കുന്നതാണ് കാണുക. സംഗതി നേരം വെളുത്തപ്പോൾ ആരും ഇത് കണ്ടു പോലീസിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതും ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നതും. ഇത് കാണുന്ന ഭാര്യ ഇതിപ്പോ എന്താണെന്നറിയാൻ താഴേക്ക് പോയി നോക്കാന്ന് പറയുന്ന നേരം ഹീറോ പറയും, നീ എന്തിനപ്പോൾ അതെല്ലാം നോക്കാൻ പോകുന്നത്, അതെല്ലാം കണ്ടിട്ട് നമുക്കിപ്പോൾ എന്ത് കാര്യമുള്ളത്, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കേ, പുറത്തേക്കൊന്നും പോകണ്ട. കുറച്ച് കഴിഞ്ഞ് ഹീറോ ജോലിക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരം ഭാര്യയോട് ഡോറ് ലോക്ക് ചെയ്യണമെന്ന് 2-3 തവണ പറയും. മാത്രമല്ല മകളുടെ നഴ്സറി വൈകുന്നേരം കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തന്നെ പോയിട്ട് അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് കൂടെ പറയും. അങ്ങനെ ആകെ കൂടെ ശ്രദ്ധിച്ച് പേടിച്ചാണ് ഹീറോ ലിഫ്റ്റിൽ കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോഴാണ് ഹീറോയുടെ റൂമിലേക്ക് ഒരു മെയിൽ വന്നിരിക്കുന്നത് കാണുക. എന്താണെന്നറിയാൻ അതെടുക്കാൻ നേരാണ് പെട്ടെന്നൊരു പയ്യൻ ഹീറോയും തട്ടിത്തെറിപ്പിച്ച് അതെല്ലാം കൂടി എടുത്ത് അവിടുന്ന് ഓടുക. ഇതാണെങ്കിൽ ഹീറോയെ ആകെ കൂടെ പേടിപ്പെടുത്തി. ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഹീറോയുടെ അടുത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറയും, നിങ്ങൾ പേടിക്കണ്ട, അവന്റെ പേര് കോള എന്നാണ്. മാനസികമായിട്ട് കുറച്ചൊരു പ്രശ്നമുണ്ട് ആ പയ്യന്. ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടി എടുത്ത് ആക്രി കടയിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കുക, അതാണ് അവന്റെ പരിപാടി. നിങ്ങൾ എന്തായാലും പേടിക്കണ്ട, നിങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരനല്ലേ, നിങ്ങൾക്ക് വരുന്ന മെയിലെല്ലാം ഞാൻ എടുത്ത് ഭദ്രമാക്കി വെക്കാം, എന്റെ അടുത്ത് വന്നാൽ മതി. ഇതേ സമയം ഇവിടെ കേസ് അന്വേഷിക്കാനായി ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയെല്ലാം നോക്കുന്നേരം ഇവിടെയെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഉണ്ട്. എന്നിട്ടും ഈ ഒരു കൊലപാതകം നടന്നതിനെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് എല്ലാവരോടും ചോദിച്ചിട്ട് ആരും അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ വെളിച്ചത്തിന്റെ എല്ലാ ഇടയിൽ ഈ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. എന്നാൽ അത് കണ്ടതായിട്ട് ഒരു സാക്ഷി പോലും ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന്റെ എല്ലാ ഇടയിലാണെങ്കിൽ ഹീറോയെ അവിടെ ഉണ്ട്. ആകെ കൂടെ പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇവിടെ സ്റ്റേഷനിൽ വന്ന് പോലീസുകാരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നേരം പോലീസുകാരുടെ ചീഫിനും വലിയ സംശയം, ഈ ഒരു വലിയ ബിൽഡിങ്ങിൽ വെച്ച് ഈ ഒരു കൊലപാതകം നടന്നിട്ട് ഒരു സാക്ഷി പോലും ഇല്ലാന്ന് പറഞ്ഞാലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ ബിൽഡിങ്ങിലുള്ള ആളുകളെല്ലാവരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചോദ്യം ചെയ്താൽ അതിനുള്ള ഉത്തരം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് കേസ് അന്വേഷിക്കാൻ വന്നിരുന്ന പോലീസുകാരനോട് പറയും, നിന്നോടാണ് പ്രത്യേകിച്ച് പറയുന്നത്, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ കേസ് അന്വേഷിക്കാനായി വന്ന പോലീസിന്റെ പേരെന്താന്ന് വെച്ചാൽ അങ്ങേരുടെ പേരാണ് പാർക്ക്. അങ്ങേര് ആളെങ്ങനെയാന്ന് ചോദിച്ചാൽ ആള് നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ അങ്ങേര് ഫ്ലാറ്റിന്റെ അടുത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് എല്ലാവരോടും ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ വിചാരിക്കും. അങ്ങനെ ആദ്യം തന്നെ ഒരു സ്ത്രീയാണ് കാണുക. അവരോട് ചോദിക്കും, നിങ്ങൾ രാത്രി എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നോ എന്ന്. ആ സ്ത്രീ പറയും, ഞാൻ രാത്രി എങ്ങനെയുള്ളൊരു ശബ്ദം കേട്ടില്ല. ഇനിയിപ്പോൾ അഥവാ തന്നെ അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ അതേതെങ്കിലും കപ്പിൾസ് എങ്ങാനോ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കും. അതിലൊക്കെ എന്തെങ്കിലും ഇടപെടാനായി പോയാൽ നമ്മളായിരിക്കും മണ്ടന്മാരായി മാറുക. ഇക്കാലത്ത് എല്ലാവർക്കും അവരവരുടെ കാര്യം, എനിക്ക് മാത്രം എൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകും. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ടും കാര്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്ന നേരം അവൾ പറയും, രാത്രി ഞാൻ വെള്ളം കുടിക്കാനായി എഴുന്നേറ്റപ്പോൾ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു ഒരു 2 മണിയൊക്കെ ആയപ്പോൾ. പക്ഷെ അപ്പം തന്നെ അമ്മ എന്നോട് കിടക്കാനായി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോയി കിടക്കാണ് ചെയ്തത്. എന്നാൽ അതേ സമയത്ത് തന്നെ
തന്നെ അവളുടെ അമ്മ അങ്ങോട്ട് വന്ന് പോലീസുകാരോടൊന്നും നീ സംസാരിച്ച് നിൽക്കണ്ട, നീ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകുന്നു പറഞ്ഞ് അവളെ വഴക്ക് പറയും. ഇവിടെ ജോലിക്കായി ഓഫീസിലെത്തിയ ഹീറോക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആകെ കൂടെ പേടിയാണ്. ഭാര്യയെയും കുട്ടിയെ ആലോചിച്ച് ആകെ കൂടെ പേടിയാണ്. പെട്ടെന്ന് തന്നെ ഭാര്യയെ വിളിച്ചു ചോദിക്കും, അംഗനവാടി വിട്ട സമയമായല്ലോ, നീ ഇതുവരെ മകളെ കൂട്ടാനായി പോയില്ലേ? അതിന് അവൾ പറയും, ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് കുറച്ച് സമയം നിന്നിരുന്നു, അവളുടെ ടീച്ചർ അവളുടെ കൂടെ തന്നെ കുറച്ച് നേരം അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം വൈകി പോകുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് ഹീറോ പറയും, നീ എന്താ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് ചെയ്യാത്ത, നീ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ല്. അങ്ങനെ കുറച്ച് സമയം കഴിയുന്നേരം ഹീറോക്ക് ഭാര്യ മെസ്സേജ് ചെയ്യും, മകളെ കൂട്ടിയെന്നും പറഞ്ഞിട്ട് അവളുടെ ഒരു ഫോട്ടോ മെസ്സേജ് ചെയ്യും. എന്തായാലും വൈകുന്നേരം ഹീറോ വീട്ടിലെത്തുന്ന നേരം ആ ഫ്ലാറ്റിന്റെ റെസിഡൻസിന്റെ പ്രസിഡന്റ് വീട്ടിൽ വന്നിട്ടുണ്ട്. കാര്യം എന്താന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ പറയും, ഇപ്പൊ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് നടന്ന ഈ കൊലപാതകമില്ലേ, അതിനെക്കുറിച്ച് പോലീസുകാർ ചോദ്യം ചെയ്യാനായി ഇങ്ങോട്ട് വന്നാൽ അതിനൊന്നും സഹകരിക്കാനായി പാടില്ല, അതിന്റെ ഒരു പേപ്പറിൽ ഒപ്പിടിക്കാനാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ആ കൊല്ലപ്പെട്ട പെൺകുട്ടി ഈ ഫ്ലാറ്റിലെ അപ്പാർട്ട്മെന്റിലല്ലല്ലോ താമസിക്കുന്നത്, അതുകൊണ്ടാണ്. അതിന് ഹീറോ പറയും, ഇത് എവിടെ തന്നെയായും ഇനി ആൾക്കാർക്ക് ആരെങ്കിലും കൊല്ലണം തോന്നിയാൽ ഇവിടെ വെച്ച് കൊന്നാ പോരെ, ആരും ഒന്നും പറയാനും നിൽക്കില്ല, ആരും ഒന്നും കണ്ടെന്ന് പറയില്ല. ഈ റെസിഡൻസിനോട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചിരുന്നു, ഈ ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന ടീം ആ മലഞ്ചെരുവിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങിയാൽ ഉറപ്പില്ലാത്ത മണ്ണാണ്, ഒരു വലിയ മഴ പെയ്ത എല്ലാം കൂടെ ഒലിച്ചും കൂടി പോരും, അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അവർ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ടാണ് ഇപ്പൊ ഇതിന് വന്നിരിക്കുന്നത്. അതിന് ഭാര്യ ചോദിക്കും, അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ആ കൊലപാതകം കണ്ടിരുന്നെങ്കിൽ പോലീസിനോട് പറയായിരുന്നു. അത് കേൾക്കുന്ന ഹീറോയുടെ ചിന്തകളൊക്കെ ആകെ കൂടെ മാറും. ഭാര്യയോട് നീ പെട്ടെന്ന് തന്നെ ഭക്ഷണം വിളമ്പെന്ന് പറയും. അന്നെല്ലാവരും ഉറങ്ങുന്നേരം ഹീറോ ലാപ്ടോപ്പിൽ പോലീസിന് പേരില്ലാതൊരു മെയിൽ അയക്കാനായി വിചാരിക്കും. ഈ കൊലപാതകത്തെക്കുറിച്ച് കണ്ടതിനെക്കുറിച്ചെല്ലാം ഹീറോ മെയിൽ അയക്കാനായി വിചാരിക്കും. എന്നാൽ എത്രയൊക്കെ ടൈപ്പ് ചെയ്താലും അത് അയക്കാനായി ഹീറോക്ക് തോന്നില്ല. കാരണം ഹീറോക്ക് ഒരു കുടുംബമുണ്ട്, ഇതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നെ കുടുംബത്തിനായിരിക്കും അതെല്ലാം ബാധിക്കാൻ പോകുന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ പാർക്ക് പോലീസുകാരൻ മാപ്പെല്ലാം നോക്കിയിട്ട് ഈ ഫ്ലാറ്റിന് ചുറ്റും അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാപ്പിൽ നോക്കുന്നേരം മലയുടെ മേലെ കൂടെ വണ്ടികളെല്ലാം ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരാനായി ഒരു വഴിയുണ്ട്. ആ വഴി എല്ലാവരും ഉപയോഗിക്കുന്ന വഴിയൊന്നുമല്ല, കാട്ടിക്കൂടെയുള്ളൊരു പാതയാണ്. അങ്ങനെ ഒരു പാത കാണും. അങ്ങേര് അങ്ങോട്ട് ചെന്ന് നോക്കുന്നേരം കാണുന്നത് ഒരു കാറിന്റെ ടയറിന്റെ പാടാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ അങ്ങേര് പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യും. മാത്രമല്ല അങ്ങേര് കണ്ടെത്തിയ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറയും. അവിടെയുള്ള പാൽക്കാരനോട് ചോദ്യങ്ങളെല്ലാം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് രാത്രി 2 മണിയായ സമയത്ത് ഒരാള് ഫ്ലാറ്റിനകത്തേ കൂടി പോകുന്നത് കണ്ടിരുന്നു എന്നാണ്. മാത്രമല്ല ആ പെൺകുട്ടിയും 2 മണിക്ക് ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കേട്ടു എന്നാണല്ലോ പറഞ്ഞത്. കൂടെ തന്നെ കൊല്ലപ്പെട്ട ലേഡിയുടെ ഫോൺ കോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് 4 മണിയായപ്പോൾ അവർ പോലീസിലേക്ക് ഒരു കോൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പോലീസുകാർ മനസ്സിലാക്കും കൊലയാളി 2 മണിക്കാണ് ഈ ഒരു കൃത്യം ചെയ്യാനായി അകത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവളുടെ തലക്കടിച്ച് അവളെ കൊന്നെന്നും വിചാരിച്ച കൊലയാളി തിരിച്ചുപോയി. എന്നാൽ 4 മണിയായപ്പോൾ കൊലയാളി അവൾ മരിച്ചോന്നറിയാനായി തിരിച്ചു വന്നു നോക്കിയപ്പോൾ കാണുന്നത് അവൾ പോലീസിലേക്ക് കോൾ ചെയ്യുന്നതാണ്. അങ്ങനെ അവളെ അടിച്ച് കൊന്നിട്ട് കൊലയാളി വീണ് പോവാണ് ചെയ്തത്. ഇതെല്ലാം പോലീസുകാർ മനസ്സിലാക്കി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ന്യൂസിൽ വീട്ടിൽ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ് ഹീറോയും ഭാര്യയും കൂടെ. ഭാര്യ ഇതെല്ലാം കണ്ട് ആകെ കൂടെ പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയുടെ ഫോണിലേക്ക് ആരോ കോൾ ചെയ്യുന്നത്, ലാൻഡ് ഫോണിലേക്ക് ആരോ കോൾ ചെയ്യുന്നത്. ഭാര്യ ചെന്ന് ഹലോ എന്ന് സംസാരിക്കുന്ന നേരം അപ്പുറത്തു നിന്ന് ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ ഹീറോക്ക് എന്തോ ഒരു സംശയം തോന്നി. പെട്ടെന്ന് തന്നെ വന്ന് ഫോൺ ചെവിയിൽ വെക്കും. ഹലോ ഹലോ എന്ന് പറയുമ്പോഴേക്ക് കോള് കട്ടായി. എന്നാൽ ഇതുപോലൊരു കോള് ഇതിന് മുന്നേ ഒന്നും വന്നിട്ടില്ല എന്ന് ഭാര്യ പറയും. എന്നാൽ അപ്പോഴാണ് ഹീറോയുടെ വീട്ടിലുണ്ടായിരുന്ന നായക്കുട്ടിയെ ശ്രദ്ധിക്കുക. അതിനെ വീട്ടിൽ എവിടെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ടീം ഫ്ലാറ്റിന് പുറത്ത് വന്ന് അതിനെ തെരഞ്ഞു നോക്കും. ബിബി ബിബി എന്ന് വിളിക്കും. ആ നായക്കുട്ടിയുടെ പേരാണ് ബിബി. ഹീറോയുടെ മകളാ നായക്കുട്ടിയെ ബിബി എന്നൊക്കെയാണ് വിളിക്കുക. അത് കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ അവരാ നായക്കുട്ടിയെ തിരയും നേരം കില്ലർ മറ്റെവിടെ നിന്നോ ഹീറോയെയും ഭാര്യയെയും അങ്ങനെ നോക്കി നിൽക്കാണ്. അവന്റെ പദ്ധതി എന്താന്ന് ഇതുവരെ അറിയില്ല. പിറ്റേന്ന് പോലീസുകാരൻ പാർക്കും അസിസ്റ്റന്റും കൂടെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലായി ഇനി ഇവിടെയുള്ള ആളുകൾ ആരും അവരെ സഹായിക്കാൻ പോകുന്നില്ല. എന്നാലും ഇവിടെ ഉണ്ടായിരുന്ന CCTV എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പാർക്കിന് മനസ്സിലായത്, പോലീസുകാരന് മനസ്സിലായത് അന്ന് 2 മണിക്കും ഫ്ലാറ്റിൽ ഉറങ്ങാതെ നിന്നവര് വെറും 3 പേരാണ്. അതിലൊന്ന് ഹീറോ, ഒന്ന് ഹീറോയുടെ കൂടെ ലിഫ്റ്റിൽ കയറിയിരുന്ന ആ ലേഡി ഇല്ലായിരുന്നു, ഒന്ന് അവര്, മൂന്നാമത്തെ ആൾ ആരാന്നറിയില്ല. അങ്ങനെ ആദ്യം തന്നെ ഹീറോയുടെ വീട്ടിലേക്കാണ് അവര് ചെല്ലുക. ഭാര്യ വാതിലെല്ലാം തുറന്നു കൊടുക്കുന്ന നേരം പോലീസുകാർ അകത്തേക്ക് ചെന്നിട്ട് ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങും. നിങ്ങൾ അന്ന് രാത്രി 2 മണിക്ക് എന്ത് ചെയ്യായിരുന്നു എന്ന്. ഭാര്യ പറയും, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, 2 മണിക്കാണ് എന്റെ കെട്ടുവൻ ഇങ്ങോട്ട് വന്നിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഓർമ്മിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങേര് ബാൽക്കണിയുടെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, അങ്ങനെയൊന്നുമില്ല, അങ്ങേര് പെട്ടെന്ന് തന്നെ വന്ന് സ്വിച്ച് ഓഫ് ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്തു എന്ന്. ഭാര്യ കൂടെ തന്നെ അവരോട് ചോദിക്കും, സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്റെ ഭർത്താവ് ഈ കൊലപാതകം നടന്നത് കണ്ടു എന്നാണോ? അതിന് അങ്ങേര് പറയും, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങേര് പോകാൻ നിൽക്കുമ്പോഴാണ് ഹീറോയുടെ മകള് നായക്കുട്ടിയെ മിസ്സിംഗ് ആയ കാര്യം പോസ്റ്ററെല്ലാം അടിച്ചോണ്ട് അത് നേരെ പോലീസുകാരന്റെ കയ്യിലേക്ക് കൊടുത്ത് നിങ്ങൾക്ക് എന്റെ ബിബിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങേരും ചിരിച്ചോണ്ട് അത് വാങ്ങി ഞാൻ നോക്കാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകും. അന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ഹീറോ നായക്കുട്ടിയുടെ മിസ്സിംഗ് പോസ്റ്റർ അവിടെയെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് കാണുക. ഇത് ഭാര്യ ഹീറോയോടൊന്നും പറഞ്ഞിട്ടില്ല.
പെട്ടെന്ന് തന്നെ ഭാര്യയെ വിളിച്ച് നീ എന്ത് പണിയാ കാണിച്ചേ, ഇത് എന്റെ നമ്പറല്ലേ നാട്ടുകാരെല്ലാവരും കാണുന്നത്, ഇതിങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റർ എല്ലാം വലിച്ചു കീറും. അങ്ങനെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് തൊട്ട് പിന്നിൽ ഒരു ബൈക്കുകാരൻ വന്നിട്ട് അത് ആകെ കൂടെ റേസ് ചെയ്യാം ശബ്ദം ഉണ്ടാക്കുക. ഇത് കേൾക്കുന്ന ഹീറോക്ക് ചെറിയൊരു പേടി. അവനാണെങ്കിൽ ഇപ്പൊ കുറച്ച് അകലെയായി ബൈക്ക് നിർത്തിയിട്ട് ഹീറോയെ അങ്ങനെ നോക്കിയിരിക്കുക. പെട്ടെന്ന് തന്നെ ബൈക്കും സ്റ്റാർട്ട് ചെയ്തോണ്ട് റേസ് ചെയ്തോണ്ട് വേഗത്തിൽ ഹീറോയുടെ അടുത്തേക്ക് വരും. പേടിക്കുന്ന ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് പാർക്ക് പോലീസുകാരൻ ഹീറോയെ വിളിക്കുക. ആകെ കൂടെ ഹീറോ പേടിച്ചു പോകും. പോലീസുകാരൻ പറയും സോറി ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. കൂടെ തന്നെ അങ്ങനെ പറയും നിങ്ങളല്ലേ കിം, നിങ്ങളുടെ നായക്കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ പോസ്റ്ററെല്ലാം കണ്ടിരുന്നു. എന്നാൽ ഹീറോക്ക് ഒരു തരി സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും ചോദിക്കും നിങ്ങളുടെ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് ഒരു കൊലപാതകം നടന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ, അന്ന് നിങ്ങൾ എന്തേലൊക്കെ പുറത്ത് വെച്ച് കണ്ടിരുന്നോ? എന്നാൽ ഹീറോ പറയും ഞാനൊന്നും കണ്ടില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ വീണ്ടും പറയും എന്നാൽ നിങ്ങളുടെ ഭാര്യ എങ്ങനെയല്ലല്ലോ പറഞ്ഞ്, നിങ്ങൾ എന്തൊന്ന് കണ്ടു, നിങ്ങൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നാൽ ഹീറോ അപ്പോഴും പറയും ഞാൻ ഒന്നും കണ്ടില്ല. ഈ സമയത്താണ് ദൂരെ നിന്ന കില്ലർ ഹീറോയെ ബൈക്കിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പോലീസുകാരനാണെങ്കിൽ അന്ന് ഹീറോ ക്രൈം സ്പോട്ടിൽ വന്നപ്പോൾ പോലീസുകാരൻ്റെ അടുത്തൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അങ്ങനെ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ കൊല ചെയ്ത ആളുകൾ അടുത്ത ദിവസം ചിലപ്പോൾ ക്രൈം സ്പോട്ടിലേക്ക് വന്നെന്ന് വരാം, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ഫോട്ടോസാണ്. ഇതിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വേറെ ആളുകളുടെ ഫോട്ടോ ഉണ്ട്, അതിലൊരാളെ കുറിച്ചാണ് എനിക്ക് സംശയം, ഇവനെ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയുടെ അടുത്തേക്ക് അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നാൽ ആ ഫോട്ടോയിലുള്ളത് ആരാന്ന് നമ്മൾ കണ്ടില്ല. എന്നാൽ അപ്പോഴാണ് പോലീസുകാരന്റെ ഫോണിലേക്ക് ആ കൊലയാളിയെ കണ്ടു, അവനെ സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൾ വരിക. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടും. കൊലയാളി ആരാന്ന് വെച്ചാൽ കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ കാമുകൻ തന്നെയാണ്. 3-4 ദിവസങ്ങൾക്ക് മുന്നേ അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം മുതൽ അവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ആകെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതിന്റെ പേരിൽ അവൾ പോലീസിൽ ഒരു കേസ് കൂടെ കൊടുത്തിരുന്നു. മാത്രമല്ല അവൾ കൊല്ലപ്പെടുന്നതിന്റെ 4 മണിക്കൂർ മുന്നേ അവൻ അവൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു നമ്മൾക്ക് മീറ്റ് ചെയ്യാന്ന്. അതിനുശേഷമാണ് അവൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോലീസുകാർ അവനെ പിടിക്കാൻ വരികയെന്ന് മനസ്സിലാവുന്ന നേരം അവൻ അവന്റെ ഫ്ലാറ്റിൽ നിന്ന് താഴേക്കിറങ്ങി ഓടും. എന്നാൽ പോലീസുകാർ തൊട്ട് പിന്നാലെ തന്നെ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ താഴെ പാർക്ക് ചെയ്ത് അവന്റെ കാർ എടുക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് പോകുന്ന നേരം തൊട്ട് പിന്നാലെ തന്നെ ചീഫും കാറിൽ പോകും. എന്നാൽ അവനെ കാണാതിരിക്കുന്ന നേരം പെട്ടെന്നാണ് അവൻ കാറിൽ റിവേഴ്സിൽ വന്ന് കാറിന് മേലേക്ക് ഒരു ഒറ്റ ഇടി കൊടുക്കുക. ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വേഗത്തിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ പോലീസുകാരൻ പാർക്ക് വന്ന് കാർ കൊണ്ട് ഒരു ഒറ്റ ഇടി കൊടുക്കുക. ആകെ കൂടെ പരിക്ക് പറ്റുന്നവൻ എങ്ങനെയൊക്കെയോ കാറിൽ നിന്ന് ഞെങ്ങി പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിലേക്ക് ഓടിച്ചിലും അവിടെ ലോക്ക് ചെയ്യും. തൊട്ടു പിന്നാലെ പോലീസ് പട എല്ലാവരും കൂടെ ചെന്ന് റൂമിന്റെ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്തേക്ക് ചെല്ലുന്ന നേരം അവൻ അവിടെ എവിടെയും കാണുന്നില്ല. ഇതേ സമയം കൊലയാളി കാമുകനാണെങ്കിൽ പേടിച്ച് കുറച്ച് അകലായിട്ട് വന്ന് ഒളിച്ചു നിൽക്കുക. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് കൊല്ലപ്പെട്ടു പോയ അവന്റെ കാമുകിയുടെ ഫോണിൽ നിന്നൊരു കോള് വരിക. ഹലോ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകും അവനല്ല ശരിക്കും അവന്റെ കാമുകിയെ കൊന്നത്. അപ്പോഴുണ്ട് അവന്റെ തൊട്ടു പിന്നിലേക്ക് യഥാർത്ഥ കൊലയാളി വരുന്നത്. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നെ ന്യൂസിൽ നമ്മൾ കാണുന്നത് ആ കാമുകൻ കൊലയാളി വിഷം കഴിച്ച് മരിച്ചു എന്നാണ്. ആ കാമുകൻ അല്ല ശരിക്കും കൊലയാളി. പക്ഷെ പോലീസുകാർക്കോ ന്യൂസിനോ അതൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അവര് വിചാരിക്കുക അവൻ അവളെ കൊന്നിട്ട് ഇപ്പൊ പോലീസുകാരെല്ലാവരും കൂടെ പിടിക്കാനായി ചെന്നപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തിരിക്കുകയെന്നാണ്. അങ്ങനെ അവന്റെ റൂമിലേക്ക് പോലീസുകാരെല്ലാവരും കൂടെ ചെല്ലും. അവിടെ മുഴുവനായും അവളുടെ ഫോട്ടോസ് മാത്രമാണ്. അവർ പ്രണയിച്ചിരുന്ന സമയങ്ങളിൽ എടുത്തിരുന്ന ഫോട്ടോസാണ് ചുമരിലെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ആ റൂമിൽ നിന്ന് തന്നെ കൊല്ലാനായി ഉപയോഗിച്ചിരിക്കുന്ന ചുറ്റികയും കൂടെ പോലീസിന് കിട്ടും. അതുകൊണ്ട് അവനാണ് കൊന്നതെന്ന് പോലീസുകാരെല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ നമ്മുടെ പാർക്ക് പോലീസുകാരൻ അസിസ്റ്റന്റിനോട് ചോദിക്കും നീ വിശ്വസിക്കുന്നുണ്ടോ സ്വന്തം കാമുകിയോട് ഇത്രയും ഇമോഷൻ ഉള്ളവൻ അവളെ ആ ഫ്ലാറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവിടെ നടിച്ചു കൊന്നിട്ട് രക്ഷപ്പെടുന്നു? എന്നാൽ അസിസ്റ്റന്റിന് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ അവൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. വീട്ടിലെ ഹീറോ ഇന്റർനെറ്റിൽ പോലീസുകാർ ഇപ്പൊ പിടിച്ച കൊലയാളിയെ സെർച്ച് ചെയ്ത് നോക്കുന്ന നേരം ഹീറോക്ക് കുറച്ചു നേരം നോക്കിയപ്പോൾ മനസ്സിലായി ഇതല്ല ശരിക്കുള്ള കൊലയാളി. അപ്പോഴാണ് ഹീറോയുടെ ബെല്ലാരടിക്കുന്നത്. ആരാന്നറിയാൻ ക്യാമറയിലൂടെ വന്നു നോക്കുന്ന നേരം കാണുന്നത് ഹീറോയ്ക്ക് ലിഫ്റ്റിൽ വെച്ച് കണ്ടു പരിചയമുള്ള ലേഡി ഇല്ലായിരുന്നോ, ആ ലേഡിയാണ്. അവൾ അകത്തേക്ക് കയറി വരുന്ന നേരം ഹീറോക്ക് പോലീസുകാർ ഇപ്പൊ പിടിച്ചിരിക്കുന്ന കൊലയാളിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇത് ആ കൊലയാളി അല്ലല്ലോ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അവള് പറയും അന്ന് ഈ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് ആ കൊലപാതകം നടന്നപ്പോൾ നിങ്ങൾ ആ കൊലയാളിയെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ താഴെ ക്രൈം സ്പോട്ടിൽ വന്ന് നിങ്ങളുടെ ബാൽക്കണിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാകും നിങ്ങൾ അന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറ നിങ്ങളത് കണ്ടില്ലേ? എന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഫോൺ കോളുകളും വരുന്നുണ്ട്. ആരാന്നറിയാൻ ഫോൺ എടുത്തു നോക്കുന്ന നേരം ആരും സംസാരിക്കുന്നുമില്ല. നിങ്ങൾക്കും അങ്ങനെ വരുന്നില്ലേ? നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് എടുക്കാം. എന്നാൽ ഹീറോ പറയും എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ ഇപ്പൊ തന്നെ റൂമിൽ നിന്ന് പോയി തന്നാൽ മതി എന്ന് പറഞ്ഞ് ലേഡിയെ വലിച്ചു പുറത്തേക്കിട്ട് ഡോർ അടയ്ക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹീറോയുടെ റൂമിൽ നിന്ന് ആ ലേഡിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. നേരത്തെ ഹീറോ അവളെ പിടിച്ചു പുറത്തേക്കാക്കിയില്ലായിരുന്നോ, അന്നേരം അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണതാണ്. ഇപ്പൊ ഭർത്താവാണ്
അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. നമ്മുടെ ആളെ ഫോണും എടുത്തുകൊണ്ട് തിരികെ കൊടുക്കാനായി താഴെ റൂമിലേക്ക് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. എന്നാൽ അവിടെ ഡോറ് തുറന്നു കിടക്കാണ്. അപ്പോഴാണ് അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഹീറോ മെല്ലെ അകത്തേക്ക് നോക്കുന്നേരം കാണുന്നത് ആ കൊലയാളി അവിടെയും വന്നിട്ട് അവളെ കൊന്ന് അവളുടെ ബോഡി കവറിൽ കെട്ടിവെച്ച് റൂമെല്ലാം ക്ലീൻ ചെയ്യുന്ന. എങ്കപ്പാത്താലും ആ കൊലയാളിയാണ്. അവനെതിരെ ആര് നിന്നാലും അവൻ അപ്പം തന്നെ അവരെ കൊന്നുകളയും. ഇത് കണ്ട് പേടിക്കുന്ന ഹീറോ മെല്ലെ തിരിയുന്ന നേരം പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് വീണ്ടും ഭർത്താവ് വിളിക്കുക. ആ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണെങ്കിൽ കില്ലർ അകത്തുനിന്ന് കേട്ടു. അതെന്തായാലും ഉറപ്പാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ആൾ അവിടെ നിന്ന് ഓടും. തൊട്ട് പിന്നാലെയാണെങ്കിൽ ആ കില്ലറും വെച്ച് പിടിക്കും. പേടിച്ചോടുന്ന വഴിയിൽ ഹീറോയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴേക്ക് വീഴുകയും ചെയ്യും. എന്നാലും താഴേക്ക് ഓടി വന്ന് സെക്യൂരിറ്റിയുടെ റൂമിന്റെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുക. എന്നാൽ ഇന്നേരത്ത് അവിടെ സെക്യൂരിറ്റി കൂടെ ഇല്ല. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അതിനകത്തുണ്ടായിരുന്ന ഫോൺ എടുത്ത് പോലീസിലേക്ക് കോൾ ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അപ്പോഴാണ് തൊട്ട് പിന്നീന്ന് ഭാര്യ വിളിക്കുക. ഹേയ്, നിങ്ങളെന്താ അവിടെ ചെയ്യുന്നത്? നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? ഹീറോ പേടിച്ചോണ്ട് തിരിഞ്ഞു നോക്കുന്നേരം കാണുന്നത് ആ കില്ലറും ഹീറോയെ തിരഞ്ഞ് അങ്ങോട്ട് വരുന്നതാണ്. ഇപ്പൊ നേരെ മുന്നിൽ തന്നെ ഹീറോയുടെ ഭാര്യ, മകള്, ആ കില്ലറ്. ഒരു കുടുംബത്തിലെ ഒരു അച്ഛനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു ഫ്രെയിം. പെട്ടെന്ന് തന്നെ ഹീറോ മകളുടെയും ഭാര്യയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ രണ്ടുപേരെയും കുറച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന് മകളെ കെട്ടിപ്പിടിക്കും. ഇത് കാണുന്ന ഭാര്യയ്ക്ക് മനസ്സിലാവില്ല ഇങ്ങർക്ക് ഇത് എന്താണ് പറ്റിയെന്ന്. അപ്പോഴാണ് അങ്ങോട്ട് പോലീസുകാരൻ പാർക്ക് വരുന്നത്. അങ്ങേര് ഹീറോയെ കാണുമ്പോൾ തന്നെ ചോദിക്കും, ഹലോ കിം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അതിന് ഹീറോ ആണെങ്കിൽ ആകെ പേടിച്ച് തരിച്ചിരിക്കുകയാണല്ലോ. കൊലയാളിയാണെ അവിടുന്ന് പോയിട്ടുമില്ല. അതിന്റെ ഇടയിലാണ് പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് പോലീസുകാരെല്ലാവരും കൂടെ പിടിച്ചിരുന്ന ആ കാമുകന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹീറോയോട് ചോദിക്കുക, ഇതാ കൊലയാളി അല്ലല്ലോ എന്ന്. എന്നാൽ ഹീറോക്കൊന്നും പറയാനില്ല. എന്നാൽ പോലീസുകാരൻ എപ്പോഴോ മനസ്സിലായിട്ടുണ്ട് ഹീറോക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ എന്തിനെയോ പേടിച്ചിട്ടാണ് പറയാതിരിക്കുന്നതെന്ന്. ഇത് കാണുന്ന പോലീസുകാരൻ പറയും, നിങ്ങൾക്ക് എന്തേലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തലയാട്ട്. എന്നാൽ ഹീറോ ചെറുതായിട്ടൊന്ന് തലയാട്ടും. അതൊന്ന് ഉറപ്പിക്കാൻ പോലീസുകാരൻ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുന്നേരം ഹീറോ അപ്പോഴാണ് പറയുക, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇത് കേൾക്കുന്ന മകൾ പെട്ടെന്നാണ് കരയാ. അപ്പം തന്നെ പോലീസുകാരൻ സോറി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകും. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ബിബി നായക്കുട്ടി അങ്ങോട്ട് വരുന്നത്. ഇത്രയും ദിവസം അത് മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല. എന്തായാലും മകൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം ഹീറോ ജോലിക്ക് പോകാനായി ലിഫ്റ്റിൽ കയറുന്നവരാണ് തൊട്ട് പിന്നാലെ തന്നെ രണ്ടാമത് കൊല്ലപ്പെട്ട സ്ത്രീ ഇല്ലായിരുന്നോ, ഹീറോയുടെ കേസെല്ലാം കൊടുക്കാന്ന് പറഞ്ഞ് ഹീറോയുടെ റൂമിൽ വന്നിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് അവൾ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് അതിന്റെ പോസ്റ്റർ ഫ്ലാറ്റിലല്ല ലിഫ്റ്റിൽ ഒട്ടിക്കുന്നത്. ഇത് കാണുന്ന ഹീറോക്കറിയാം അവൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ഹീറോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടില്ല. അങ്ങനാണെങ്കിൽ ഇറങ്ങി പോകാൻ നേരം ഹീറോക്ക് കൂടെ പോസ്റ്റർ കൊടുത്തിട്ട് നിങ്ങൾ അവളെ കണ്ട എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞാണ് പോവുക. ഇതേ സമയം ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവിനാണെങ്കിൽ ഇതുവരെ കൊലയാളി പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള നല്ലൊരു ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അന്നങ്ങേര് മാപ്പ് നോക്കി വന്നപ്പോൾ മലയുടെ ചെരുവിലായി ഒരു കാറിന്റെ ടയറിന്റെ അടയാളം കണ്ടിരുന്നല്ലോ. അങ്ങോട്ട് കാറുകൾ വരാൻ പറ്റുന്ന ഒരേ ഒരു വഴിയിലെ റോഡിന്റെ CCTV എല്ലാം ചെക്ക് ചെയ്യും. കൂടെ തന്നെ മോഷണം പോയ കാറുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്ന നേരം ഒരു ബ്ലാക്ക് കാറ് മോഷണം പോയിട്ടുണ്ട്. ആ കാറിന്റെ പേര് ഗ്രാൻഡിയാർ എന്നാണ്. അത് ശരിക്കുള്ള പേരാണോ എന്ന് അറിയില്ല, സിനിമയിൽ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഫുട്ടേജ് നോക്കുന്ന നേരം ഒരു കറുത്ത ഗ്രാൻഡിയർ കാർ അതുവഴി പോകുന്നുണ്ട്. ഹീറോ ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ പെട്ടെന്നാണ് അസിസ്റ്റന്റ് വന്ന് ലാപ്ടോപ്പ് അടച്ചു കളയുക. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നത്? ഇത് കഴിഞ്ഞില്ലേ? പോലീസുകാരൻ പാർക്ക് പറയും, നീ എന്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്? ഇപ്പൊ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഫ്ലാറ്റിലെ ഒരു സ്ത്രീ കൂടെ മിസ്സായിട്ടുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ അന്ന് അവൻ ആ കൊല ചെയ്യുന്ന നേരം ആ സ്ത്രീയും ആ ഒരു കൊല കണ്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ അവളെ കൊണ്ടുപോയിരിക്കുന്നത്. അവൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പോലീസുകാരനും അറിയില്ലല്ലോ. എന്നാൽ അസിസ്റ്റന്റിന് ഈ കേസിന്റെ പിന്നാലെ പോകുന്നത് തീരെ ഇഷ്ടമല്ല. അവൻ പറയും, എന്തിനാണ് ഇതിന്റെ പിന്നാലെ വീണ്ടും പോകുന്നത്? അവര് ചിലപ്പോൾ ഒളിച്ചോടിയതെങ്ങാനും ആയിരിക്കും. ആ കേസും നമ്മളിപ്പോൾ നോക്കാൻ തുടങ്ങുന്നുണ്ടോ? അത് കേൾക്കുന്ന ഹീറോ ദേഷ്യം വന്ന് അവനിട്ട് ഒരൊറ്റ അടിയും ഒരൊറ്റ ചവിട്ടുകൂടെ കൊടുക്കും. അതോടുകൂടെ അവന് മനസ്സിലായി ഇനിയും കേസ് അന്വേഷിക്കാനുണ്ട്. പിറ്റേന്ന് ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. ഭാര്യ കൊല്ലപ്പെട്ട ആ ചേട്ടനില്ലേ, ഭാര്യ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ അവിടെയെല്ലാം ഒട്ടിച്ചു വെക്കുന്നത് റെസിഡൻസിന് തീരെ ഇഷ്ടമായില്ല. അതിന്റെ പ്രസിഡന്റ് വന്ന് ഇതെല്ലാം പറിച്ചു മാറ്റണമെന്ന് പറയും. എന്നാൽ എല്ലാവരും ഇങ്ങനെ പറയുന്ന നേരം സെക്യൂരിറ്റിക്കും വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങേരുടെ കയ്യിൽ നിന്ന് ആ പോസ്റ്റർ എല്ലാം വാങ്ങാൻ നോക്കുന്ന നേരം അതെല്ലാം കൂടെ താഴെ വീഴും. എന്നാൽ ഹീറോയുടെ ഭാര്യയാണ് അതെല്ലാം എടുക്കാനായിട്ട് അങ്ങേരെ സഹായിക്കുക. എന്നിട്ട് പ്രസിഡന്റിനോട് ചോദിക്കും, നിങ്ങളിപ്പം മിസ്സായെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കെട്ടിയോൻ നിങ്ങളെ കണ്ടുപിടിക്കാനായി ഒരു പോസ്റ്റർ അടിക്കുന്നുമില്ല, അതൊന്നും ഒട്ടിക്കുന്നുമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദേഷ്യാവില്ലേ? എനിക്കെന്തായാലും ദേഷ്യാവും. ഇവിടെ പോലീസ് ടീം ആ ബ്ലാക്ക് കാർ തെരഞ്ഞു പോകുമ്പോൾ കണ്ടുപിടിക്കാനായി പറ്റുന്നത് അത് കത്തിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ആ കാറിന്റെ നാവിഗേഷൻ മെമ്മറി അവരെങ്ങനെയൊക്കെയോ അതിൽ നിന്ന് എടുക്കും. അത് നോക്കുകയാണെങ്കിൽ ആ കാർ എവിടേക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ ഡാറ്റകളെല്ലാം നോക്കുന്ന നേരം മനസ്സിലാകും കാർ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾതാമസമുള്ള ഒരു ഭാഗത്ത് കൂടെയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നിർത്തിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ആ സ്ട്രീറ്റിലേക്ക് ചെല്ലും. അങ്ങനെ അവിടെയാണെങ്കിൽ ആകെ കൂടെ ഒരു വീട്ടിൽ മാത്രമാണ് ആരുമില്ലാത്തത്. അതുകൊണ്ട് തന്നെ പോലീസ് ടീം കാർ കുറച്ച് അകലെയായി പാർക്ക് ചെയ്ത് ആ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കും.
അങ്ങനെ രാത്രി ആവുന്ന നേരണ്ട് ഒരുത്തൻ ആ വീട്ടിലേക്ക് വരുന്നു. അതാരാന്ന് വെച്ചാൽ ആ കില്ലറാണ്. അവന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും അവൻ എന്തൊക്കെയോ ഒരു കള്ള ലക്ഷണമുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പം അവനെ പോയി പിടിക്കാൻ പറ്റില്ല. കാരണം അവനെതിരായിട്ടുള്ള ഒരു എവിഡൻസ് പോലും അവരുടെ കയ്യിലില്ല. അവനെതിരായിട്ട് ഒരു സാക്ഷി ഉണ്ടെങ്കിൽ ഈ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഹീറോ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അവൻ ഇപ്പം പിടിക്കാൻ പറ്റൂ. പക്ഷെ ഹീറോ അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ലല്ലോ. എന്നാൽ പിറ്റേന്ന് ഹീറോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാർക്ക് പോലീസുകാരൻ ആ കില്ലറിന്റെ ഫോട്ടോയായിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരുന്നത്. അവനിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ ഫോട്ടോയും കയ്യിലുണ്ട്. നിങ്ങൾ അന്ന് കണ്ട കൊലയാളി ഇവനല്ലേ? എന്നാൽ ഇത് കേൾക്കുന്ന ഹീറോ ഒരു അക്ഷരം പോലും മിണ്ടില്ല. അതിനങ്ങേര് പറയും, നിങ്ങൾ ഒരൊറ്റയാൾ സാക്ഷിയായിട്ട് നിന്നാൽ മതി, ഈ കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവൻ കൊല ചെയ്യുന്ന കണ്ടിരുന്ന മൂന്ന് പേരിൽ ആദ്യത്തെ ആള് നിങ്ങളാണ്. രണ്ടാമത്തെ ആള് നിങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരിപ്പോൾ മിസ്സിംഗ് ആണ്. ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയില്ല. പക്ഷെ ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കാം. നിങ്ങൾ സാക്ഷിയായി നിന്നാൽ നമുക്കതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാൽ ഹീറോക്കറിയാലോ അവരിപ്പോൾ ജീവനോടെ ഇല്ലാന്ന്. പാർക്ക് പറയും, മൂന്നാമത് ആ കൊലയാളിയെ കണ്ടയാള് കോള എന്ന് പറഞ്ഞാൽ ആ മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള പയ്യനില്ലായിരുന്നോ? ഫ്ലാറ്റിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടി എടുത്തു കൊണ്ടുപോയി ആക്രിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന പയ്യൻ, അവനാണ് മൂന്നാമത്തെ ആള്. ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ അവനെയും തിരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. അവനാണെങ്കിൽ ഇതേ സമയത്ത് ആക്രിക്കടയിൽ സാധനങ്ങളെല്ലാം വിൽക്കാനായിട്ട് ചെന്നിരിക്കുക. കടക്കാരൻ അവന് കഴിക്കാനായ ഒരു കോള കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നേരം അവൻ കടക്കാരൻ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് കാണിച്ചിട്ട് അതുകൂടെ എനിക്ക് തരുമോ, എന്റെ വല്യമ്മച്ചിക്ക് അത് വേണമെന്ന് പറയും. അങ്ങേര് അതും കൂടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് നീ രണ്ടും എടുത്തു, എനിക്ക് കുഴപ്പമില്ലാന്ന് പറയും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ അതെല്ലാം കൂടി എടുത്ത് അവിടുന്ന് ഒരൊറ്റയോട്ടാണ്. എല്ലാം കൂടെ അടിച്ചെടുത്തോണ്ട് ഒരൊറ്റയോട്ടാണ്. അങ്ങനെ തൊട്ട് പിന്നാലെ വരുന്ന ഹീറോ ആണെങ്കിൽ അവനെ തെരഞ്ഞ് കണ്ടുപിടിച്ചപ്പോഴേക്ക് അവൻ ആകെ കൂടെ പേടിച്ചു. ഹീറോ അവനോട് പറയും, പോലീസുകാർ നിന്നെയും തെരഞ്ഞോണ്ട് വരും. അവര് നിനക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരും. ഈ ആൾ നിനക്ക് അറിയോന്ന് ചോദിക്കുന്ന നേരം നീ അറിയില്ല എന്ന് പറയണം. ഹീറോ എന്തിനാണ് അവനോട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവനെങ്ങാനും അറിയോന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം അപകടത്തിലാണ്. ആ കില്ലർ അവനെ കൊന്നുകളയും. എന്നാൽ അവൻ ചോദിക്കും, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഹീറോ പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് ഒരു കൊലപാതകം നടന്നില്ലായിരുന്നോ? ആ കൊല ചെയ്തയാളുടെ ഫോട്ടോയാണ് ചോദിക്കുക. അതിനവൻ പറയും, അവനെ എനിക്കറിയാം, ആ തൊപ്പിക്കാരൻ. അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ഹീറോയുടെ തൊട്ട് പിന്നിലേക്ക് ഒരു തൊപ്പിക്കാരൻ വരുന്നത്. പെട്ടെന്ന് തന്നെ ഹീറോ അടിക്കാൻ നോക്കുമ്പോഴേക്ക് തൊപ്പിക്കാരൻ നമ്മുടെ ആളെ പിടിച്ച് താഴെയിടും. എന്നാൽ അത് ശരിക്കും പോലീസുകാരനാണ്. നമ്മുടെ പാർക്ക് പോലീസുകാരന്റെ കൂടെ വന്നയാളാണ്. പാർക്ക് വീണ്ടും ആ കൊലയാളിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇവനല്ലേ കൊലയാളി എന്ന് ചോദിക്കുന്ന നേരം ഹീറോ ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് നടക്കും. അത് കാണുന്ന അങ്ങേര് തൊട്ട് പിന്നാലെ വന്ന് ഹീറോയെ പിടിച്ചോണ്ട് ചോദിക്കും, ഒരു കൊലപാതകം നേരി കണ്ടിട്ട് ആ കൊലയാളിയെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നിനക്ക് എങ്ങനെയാടാ പറ്റുന്നത്? നിനക്ക് എങ്ങനെയാ പറ്റുന്നത്? അതിന് ഹീറോ അവന്റെ കോളറിൽ പാർക്കിന്റെ കോളറെ തിരിച്ചു പിടിച്ച് പറയും, അതൊന്നും അതിന് എന്റെ തെറ്റല്ലല്ലോ. എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത്. അവർ സേഫായിട്ടിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ പോലീസുകാരുടെ കാര്യം, കൊലയാളിയാണെന്നും പറഞ്ഞ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കാമുകനെയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പോലീസുകാരെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? അതിന് പാർക്ക്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാലേ അതെല്ലാം തെളിയിക്കാൻ പറ്റൂ. എന്നാൽ ഈ സമയത്തെല്ലാം ആ കില്ലറെ നിരീക്ഷിക്കാനായി 2-3 പോലീസുകാർ അവന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അവൻ എങ്ങോട്ട് പോയാലും അവൻ അറിയാതെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്ന് പറയാ അവൻ ഇപ്പൊ കാണുന്നില്ലാന്ന്. ഹീറോ പെട്ടെന്ന് തന്നെ കോളയെ നോക്കുന്നേരം, ആ മാനസികമായിട്ട് പ്രശ്നമുള്ള ആ പയ്യനെ നോക്കുന്നേരം അവനെ അവിടെ കാണുന്നില്ല. അവർ രണ്ടുപേരും കൂടെ അവനെയും തെരഞ്ഞിറങ്ങും. അവിടെ എല്ലാം വിളിച്ചു നോക്കുന്ന നേരം എവിടെ അവനെ കാണുന്നില്ല. എന്നാൽ വഴിയിൽ വെച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാന് താഴെ വീണ് കിടക്കുന്നത് കാണും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതും എടുത്തുകൊണ്ട് ചെല്ലുന്ന നേരം അവര് നേരെ എത്തിപ്പെടുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്താ. അവിടെ തന്നെ ഒരു കവറിനകത്ത് തല്ലിക്കൊല്ലാനായി വെച്ചിരിക്കുന്ന നിലയിൽ അവർക്ക് കോളയെ കണ്ടെത്താൻ പറ്റും. അവനാണെങ്കിൽ മരിച്ചിട്ടില്ല, പാതി ജീവനിലാണ്. അവര് രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ആ സമയം ഹീറോ ആണെങ്കിൽ ആകെ കൂടെ ടെൻഷനിൽ പാർക്കിനോട് പറയും, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയില്ലേ, അവരൊക്കെ എപ്പോഴേ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തുന്ന ഹീറോ അത്രയും ദിവസം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു ഭയം, ആ ഒരു സത്യം ഭാര്യയോട് തുറന്നു പറയും. അത് കേൾക്കുന്ന അവൾ ചോദിക്കും, ഈ ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം മറച്ചു വെച്ചിരുന്നത്. എന്തായാലും ഒരു കാര്യം ഹീറോ ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു, സത്യങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറയാൻ പോവുകയാണ്. ഹീറോ ഒരു സാക്ഷിയാവാൻ പോവുകയാണ്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയും. അവനാണ് കൊലയാളി എന്നുള്ള കാര്യം ഹീറോ തുറന്നു പറയും. അപ്പം തന്നെ പോലീസുകാരെല്ലാവരും കൂടെ പടയായിട്ട് അവനെ പിടിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. റോട്ടിൽ കൂടെ സൈറണും ഇട്ട് സടപടയെന്ന് കാറ് ഓടിച്ചു നിന്ന് അവന്റെ ലൊക്കേഷനിലെത്തുമ്പോൾ സൈറൺ ഓഫ് ചെയ്യും. എന്നിട്ട് പോലീസുകാരെല്ലാവരും കൂടെ ആ വീടിന് വളയും നേരം പാർക്ക് പോലീസുകാരനും ബാക്കി കുറച്ചു പേരും കൂടെ വീടിനകത്തേക്ക് ചെല്ലും. അങ്ങനെ മേലത്തെ നിലയിലേക്ക് ചെല്ലുന്ന നേരം അവനവിടെ കാത്തിരിക്കുക. എന്നാൽ ആ കൊലയാളിയാണെങ്കിൽ യാതൊരു പേടിയും കൂടാതെയാണ് നിൽക്കുന്നത്. അതെന്താണെന്നറിയാൻ പോലീസുകാരൻ ഒന്നുകൂടി ഇരുത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവുക, തൊട്ടടുത്തുണ്ടായിരുന്ന ഓവനിൽ ഒരു ചെറിയ ഗ്യാസിന്റെ സിലിണ്ടർ അവൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണത് പൊട്ടിത്തെറിക്കുക. ആ
പൊട്ടിത്തെറിയിൽ പോലീസുകാരെല്ലാവരും കൂടെ തെറിച്ചു പോകും. എന്നാൽ ആ കില്ലർ അന്ത ഗ്യാസ് പൊട്ടുന്ന ഗ്യാപ്പിൽ അവിടെ എവിടെയോ ഒളിച്ചു നിന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ പാർക്ക് കണ്ണു തുറന്ന് നോക്കുന്നേരം കാണുന്നത് അവൻ ചില്ലും പൊളിച്ചോണ്ട് അവിടുന്ന് ചാടി പോകുന്നതാണ്. അവൻ എങ്ങോട്ടാണ് പോയെന്നറിയില്ല. സത്യം പറഞ്ഞ പുറത്ത് കാത്തിരുന്ന പോലീസുകാർക്ക് പോലും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൻ മറ്റേതൊരു വഴിക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടെ തിരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്തുന്ന നേരം ഹീറോ ചോദിക്കും, നിങ്ങൾക്കെല്ലാവർക്കും എന്തു പറ്റി? അവനെവിടെ? കൊലയാളി എവിടെ? എന്നാൽ പാർക്കിന്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലായി അവനെ കിട്ടിയില്ല, അവൻ രക്ഷപ്പെട്ടു എന്ന്. അതിന്റെ ദേഷ്യത്തില് ഇനി എന്റെ കുടുംബത്തെ ആര് നോക്കിടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പം തന്നെ ഭാര്യയെ കോൾ ചെയ്ത് വാതിലും ഡോറും ജനലും വിൻഡോയും എല്ലാം ക്ലോസ് ചെയ്തോ, ഞാൻ വന്നിട്ട് മാത്രം തുറന്നാൽ മതിയെന്ന് പറഞ്ഞ് ഹീറോ റോട്ടി കണ്ട ഒരു ടാക്സിക്ക് കയ്യും കാണിച്ച് അതിൽ ഓടിച്ചെന്ന് കയറും. അങ്ങനെ ഹീറോ പോകുന്ന നേരം ഹീറോയെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് കാർ കൂടെ തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അതാണെങ്കിൽ നമ്മുടെ പാർക്ക് പോലീസുകാരൻ കാണുകയും ചെയ്തു. എന്നാൽ ടാക്സി പോകുന്ന ഹീറോക്ക് മനസ്സിലായി ഒരു ബ്ലാക്ക് കാർ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന്. അത് മനസ്സിലാവുന്ന ഹീറോ കുറച്ച് മുന്നിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ടാക്സി ഡ്രൈവറിന്റെ സ്റ്റിയറിംഗ് തിരിച്ചു കളയും. അങ്ങനെ വണ്ടി താഴേക്കാണ് പോവുക. എന്നാൽ താഴെ എത്തുന്ന നേരം അവരെ ഫോളോ ചെയ്തുകൊണ്ട് ആരും വരുന്നുമില്ല. ഇത് കാണുന്ന ടാക്സി ഡ്രൈവർക്ക് ആകെ കൂടെ ദേഷ്യമോ, നിങ്ങൾ എന്താടോ കാണിച്ചേ? അതിന് ഹീറോ പറയും, സോറി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, നമുക്ക് തിരിച്ചു പോവാന്ന് പറയും. അങ്ങനെ കാർ വീണ്ടും റോട്ടിലേക്ക് എടുക്കുന്ന നേരാണ് പെട്ടെന്ന് ആ ബ്ലാക്ക് കാർ അങ്ങോട്ട് വരുന്നത്. ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തന്നെ റിവേഴ്സിൽ വന്ന് കാർ തിരിച്ചെടുക്കാൻ നോക്കുമ്പോഴേക്ക് ആ കാർ വന്ന് ഇടിച്ചു കഴിഞ്ഞു. എല്ലാം കൂടെ കുലുങ്ങി മറയുന്നതിന്റെ ഇടയിൽ ആ ടാക്സി ഡ്രൈവറുടെ ബോധം പോവുകയും ചെയ്തു. ഹീറോക്കിന് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാൽ അപ്പോഴാണ് ആ ബ്ലാക്ക് കാറിൽ നിന്ന് ആ കില്ലർ മേട്ടി എടുത്തോണ്ട് ചുറ്റിക എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. ഹീറോയുടെ കാറിന്റെ ചില്ല് അടിച്ചു പൊളിക്കുന്ന നേരം ഹീറോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടി വന്നവനെ തട്ടി മാറ്റും. പിന്നെ അവരവിടെ കിടന്ന് പൊരിഞ്ഞടിയാണ്. അവൻ എങ്ങനെയും ഹീറോയെ കൊന്നാ മാത്രം മതി. എന്നാൽ അപ്പോഴാണ് ഹീറോ കില്ലറിന്റെ മുഖം കാണുന്നത്. അത് ശരിക്കും കില്ലർ അല്ല, രണ്ടാം തവണ കൊല്ലപ്പെട്ടുപോയ ആ ലേഡിയുടെ ഭർത്താവാണ്. അങ്ങേരുടെ മനസ്സിൽ ഇപ്പോഴും ഭാര്യ ജീവനോടെ ഉണ്ടെന്നാണല്ലോ ആ കില്ലർ അങ്ങേരോട് പറഞ്ഞിരിക്കുന്നത്. ഹീറോയെ കൊന്നാല് അങ്ങേരുടെ ഭാര്യയെ വിട്ടുകൊടുക്കാന്നാണ്. എന്നാൽ ഹീറോ പറഞ്ഞു കൊടുക്കും, ഇത് മനസ്സിലാവുന്ന ഹീറോ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ ഭാര്യ എപ്പോഴേ മരിച്ചുപോയി, ആ പ്രാന്തൻ അവളെ കൊന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് അത് കണ്ടതാണ്. എന്നാൽ പെട്ടെന്നാണ് തൊട്ടു പിന്നീന്ന് പോലീസുകാരൻ വന്ന് അവനെ ഷൂട്ട് ചെയ്യുക. ഹീറോ പറയും, ഷൂട്ട് ചെയ്യില്ലേ, രണ്ടാം തവണ കൊല്ലപ്പെട്ട ലേഡിയുടെ ഭർത്താവാണിത്. ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നേരാണ് അങ്ങേര് പറയാ, അവൻ നിന്നെ കൊല്ലണമെന്നൊന്നുമില്ല, അവന് നിന്റെ ഭാര്യയെയോ കുഞ്ഞിനെയോ കൊന്നാലും മതി, അവൻ അതിനാണ് നടക്കുന്നത്. ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ പാർക്ക് പോലീസുകാരന്റെ കാറും എടുത്തോണ്ട് അവിടെ നിന്ന് ഒരു ഒറ്റ പോക്കാണ്. അവിടെ എവിടെയും നിൽക്കില്ല, ഒരു ഒറ്റ പോക്കാണ്. എന്നാൽ ഇതേ സമയമാണ് ഹീറോയുടെ വീടിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അങ്ങേര് ക്യാമറയിൽ കൂടെ മുഖം കാണിക്കുന്നില്ല. ഇത് കാണുന്ന ഭാര്യ പറയും, നിങ്ങളുടെ ID കാർഡും ബേഡ്ജും മുഖവും ഒന്ന് കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അങ്ങേര് അതെല്ലാം കാണിച്ചു കൊടുക്കും. മാത്രമല്ല ഭാര്യ ഹീറോയെ വിളിച്ചു നോക്കുന്ന നേരം കോൾ കണക്ട് ആവുന്നില്ല. എന്തായാലും വന്നിരിക്കുന്ന പോലീസുകാരനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ മെല്ലെ ഡോറ് തുറക്കും. അപ്പോഴാണ് പോലീസുകാരൻ പറയാ, ഇവിടെ എന്താ തറയിൽ താഴെയായിട്ട് ഒരു കവർ എടുക്കുന്നതെന്ന്. അതെടുത്ത് അത് എന്താന്ന് തുറന്നു നോക്കുന്ന പോലീസുകാരൻ നല്ലപോലെ ഒന്ന് ഞെട്ടും. ഹീറോയുടെ വീട്ടിലുള്ള നായ്ക്കുട്ടി ഇല്ലായിരുന്നോ ബിബി, അതിനെ കൊന്നിട്ട് അതിന്റെ തലയും വെട്ടിയിട്ട് അതിൽ വെച്ചിരിക്കുക. എന്നാൽ പെട്ടെന്നാണ് കുറച്ചകലേന്ന് ആ പ്രാന്തൻ കില്ലർ ചുറ്റുകയായിട്ട് ഓടി വന്ന പോലീസുകാരന്റെ തലക്കടിച്ച് അവനെ കൊന്നുകളയാ. ഇത് കാണുന്ന ഭാര്യയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മകളുണ്ടായിരുന്ന റൂമിലേക്ക് ഓടിച്ചെന്ന് വാതിലടയ്ക്കും. എന്നിട്ട് മകൾ അലമാരയുടെ അകത്തേക്ക് വെച്ച്, എന്ത് വന്നാലും നീ ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൾ കയ്യിൽ കിട്ടുന്ന ടേബിളും അതും ഇതും എല്ലാം കൂടെ വാതിലിന് മുന്നിലേക്ക് നീക്കി വെക്കും. പക്ഷെ പുറത്തുനിന്ന് ആ പ്രാന്തനാണെങ്കിൽ ഡോറിനിട്ട് ചവിട്ടി അത് തുറന്നു കളയും. എന്നാൽ കിട്ടുന്ന ചാൻസിൽ ഭാര്യ കയ്യിൽ കിട്ടിയിരുന്ന ഇസ്തിരിപ്പെട്ടി എടുത്ത് അവനിട്ട് ഒരു ഒറ്റ അടി കൊടുക്കും. എന്നാൽ ആ അടിയിലൊന്നും കാര്യമില്ല, അവൻ അവളെ എടുത്ത ഒരു ഒറ്റ ഏറാണ് താഴേക്ക് അടിച്ചു വീഴും. ഈ സമയമാണ് മകള് പുറത്തേക്ക് വന്ന്, എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ എന്ന് പറയാ. ഇത് കാണുന്ന ഭാര്യ അവളോട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പറയും. അവളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടും. ആ പ്രാന്തൻ അവളുടെ പിന്നാലെ പോകുന്ന നേരം ഭാര്യ താഴെ വെച്ചിരുന്ന അവന്റെ മേട്ടിയെടുത്ത് അവന്റെ കാലിനിട്ട് 2-3 അടി കൊടുക്കും. അതോടുകൂടെ അവൻ താഴെ വീണു. അങ്ങനെ ഓടി മകളുടെ അടുത്തേക്കാണ് ചെല്ലുക. അവളെ എടുത്തോണ്ട് സേഫായിട്ട് താഴെ കൂടി വരുന്ന നേരം ആ കില്ലർ ഭ്രാന്തനാണെങ്കിൽ കയ്യിൽ കിട്ടിയ ചുറ്റിക എടുത്ത് വലിച്ചെറിയും. എന്നാൽ തലനാരക്കാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുക. അവൾ താഴേക്ക് ഇറങ്ങി വരുന്ന നേരം സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങേരോട് സഹായം ചോദിക്കാനായി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവൻ അങ്ങേരെയും കൊന്നിരിക്കുക. ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ വീട്ടിലേക്ക് കാറിൽ കത്തിച്ച് വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാൽ വഴിയിൽ ബ്ലോക്കെല്ലാം കാണുന്ന നേരം ഹീറോ കാർ അവിടെ വെച്ചോണ്ട് ഇറങ്ങി ഓടും. ഇവിടെ ഭാര്യയും മകളും കൂടെ എങ്ങനെയൊക്കെയോ വലിഞ്ഞിറങ്ങി ഏറ്റവും താഴെ എത്തി. അപ്പോഴാണ് ആ കില്ലർ അങ്ങോട്ട് ചുറ്റികയായിട്ട് വരുന്നത്. അവൻ ചുറ്റിക എടുത്ത് അടിക്കാൻ നിൽക്കുമ്പോഴാണ് ലിഫ്റ്റിൽ നിന്ന് 2 പേർ ഇറങ്ങി വരിക. അത് കാണുന്നവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും 2 പേരല്ലേ, അവരുടെ ഇടയിൽ വെച്ച് കൊന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് മറ്റൊരാൾ കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന കില്ലർക്ക് പിന്നെ ഒന്നും ചെയ്യാനായി തോന്നില്ല. അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ ആ സമയത്താണ് ഭർത്താവ് അങ്ങോട്ട് ഓടി വരുന്നത്. ഹീറോ അങ്ങോട്ട് ഓടി വരുന്നത്. 2 പേരെ കൂടെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് ഹീറോക്കൊന്ന്
സമാധാനാവുക. എന്നാൽ ആ കില്ലർ അങ്ങനെ ഇറങ്ങിപ്പോയത് ഹീറോക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അവൻ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഭാര്യയോട് പറയും, നീ ഇവിടെ തന്നെ ഇരിക്കി, ഞാൻ ഇനി തിരിച്ചു വരുന്ന അവന്റെ ജീവനും കൊണ്ടായിരിക്കും. എന്നിട്ട് അവനെയും ഫോളോ ചെയ്തുകൊണ്ട് ഹീറോ തൊട്ട് പിന്നാലെ ചെല്ലും. അവനാണെ ആ ചെറിയ മഴയത്ത് മുടന്തി ആ മലയിലേക്കാണ് കയറി പോകുന്നത്. അവൻ എങ്ങനെയും ഇനി രക്ഷപ്പെട്ടാൽ മാത്രം മതി. അവനാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് നിന്ന് മേട്ടിക്കൊണ്ട് ചുറ്റുകൊണ്ട് അടിയെല്ലാം കിട്ടിയത് കൊണ്ട് ആകെ കൂടെ പരിക്ക് പറ്റിയിരിക്കുക. എന്നാൽ നമ്മുടെ ഹീറോ അവനെയും തിരഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡിന്റെ കാല് വലിച്ചൂരിയിട്ടാണ് കയറി ചെല്ലുക. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് നല്ല മഴയത്തൊരിക്കലും അകത്തേക്ക് കയറി ചെല്ലരുതെന്നാണ്. ഹീറോ ആ കാട്ടിനകത്തേക്ക് ചെല്ലുന്ന നേരം അവൻ എവിടെയും കാണുന്നില്ല. എടാ പ്രാന്ത, നീ എവിടറാ? നീ ഉളുപ്പുണ്ട് എന്റെ മുന്നിലേക്ക് ഇറങ്ങി വാടാ. പറഞ്ഞ പോലെ തന്നെ അവൻ പിന്നെയും ഓടി വന്ന് മേട്ടുകൊണ്ട് അടിക്കാൻ നോക്കും. എന്നാൽ ഹീറോ അതിനെല്ലാം തടഞ്ഞു മാറ്റും. അവനെ തിരിച്ചിടിക്കാനെല്ലാം ഹീറോ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. ഹീറോക്ക് ഇങ്ങനെയെല്ലാം അടി കൂടിയൊന്നും പരിചയമില്ലല്ലോ. ആ പ്രാന്തനാണെങ്കിൽ ഏത് സമയം ഇതെല്ലാം ചെയ്തുകൊണ്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയെ എടുത്തിട്ട് അടിക്കും. എന്നാലും കഴിയുന്ന പോലെയൊക്കെ ഹീറോയും തിരിച്ചടിക്കും. താഴേന്ന് കിട്ടിയൊരു കല്ലെടുത്ത് അവൻ അടിച്ചടിച്ച് അവനെ ആകെ കൂടെ പരിപ്പാക്കും. എന്നിട്ട് അവന്റെ ചുറ്റിക എടുക്കാൻ നിൽക്കുന്ന നേരം അവൻ ഹീറോയുടെ കാല് പിടിച്ച ഒരൊറ്റ വലിച്ചേറാണ്. ആ ഇടി കൊള്ളുന്ന കണ്ടാൽ മനസ്സിലാകും ഹീറോക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്ക് അവൻ ആ ചുറ്റിക എടുത്തോണ്ട് ഹീറോയുടെ തലക്കടിക്കാനായി വന്നു. ആഞ്ഞടിക്കുന്ന നേരം ഹീറോ തല മാറ്റിക്കളഞ്ഞ് അവന്റെ കൈക്ക് കടിക്കും. ആ കടി പിന്നെ ഒരു ഒന്നൊന്നര കടിയാ. കിട്ടിയ കടിയല്ലേ, ആ ചാൻസ് ഒരിക്കലും ഹീറോ ഒഴിവാക്കില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഇറച്ചി ഹീറോ കടിച്ച് പറിച്ചെടുക്കും. അവൻ ആകെ കൂടെ വെള്ളറും. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിന്റെ ഇടയിലാണെങ്കിൽ മലയുടെ മേലെ നിന്നും വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് വരിക. നല്ല മഴയാണ് പെയ്യുന്നത്. എന്നാൽ അതിന്റെ ഇടയിൽ കൊലയാളി വീണ്ടും ചുറ്റികെടുത്തു. അതെടുത്ത് അടിക്കാനായി വരുന്ന നേരം ഹീറോ കഴിയുന്ന ശക്തിയെല്ലാം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടി പിടിച്ച് വലിച്ച് അതിന്റെ വേര് കൊണ്ട് അവന്റെ തലക്കിട്ട ഒരൊറ്റ അടി. ആ അടിയിൽ തന്നെ അവൻ താഴെ വീണു. ഇനിയും അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഹീറോ കഴിയുന്ന പോലെ അവന്റെ മുഖത്തിട്ട് ഇടിയോടിടിയാണ്. ഇടിച്ചിടിച്ച് അവന്റെ മുഖം പത്തിരിയാക്കും. എന്നാൽ അപ്പോഴാണ് പെട്ടെന്ന് മേലെ നിന്നും ഉരുള് പൊട്ടിയിട്ട് മണ്ണും ചളിയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹീറോ നേരത്തെ റെസിഡൻസിനോട് പറഞ്ഞാണ്. എന്നാൽ അവരത് കാര്യമാക്കിയില്ല. ഇപ്പൊ പെരുത്തൊരു ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാം അവസാനിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ചളിയിൽ നിന്ന് ഒരു കണ്ണുമെല്ലാം തുറന്നു വരുന്നതാണ്. അതാരാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയാണ്. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, ആൾ ഓക്കെയാണ്. അപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു സ്ത്രീ കിടക്കുന്നത് കാണാം. ഹലോ ഹലോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ഹീറോ ചോദിക്കുന്ന നേരം അവർക്ക് ജീവനില്ലെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. മാത്രമല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുന്ന നേരം കുറച്ച് അസ്ഥികൂടങ്ങളും കാണാൻ പറ്റും. മുഴുവനായിട്ടും അസ്ഥികൂടമായെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ജീർണിക്കാത്ത ബോഡിയെല്ലാമാണത്. ചുരുക്കി പറഞ്ഞാൽ ആ പ്രാന്തൻ കൊലയാളി കൊല്ലുന്ന ആളുകളുടെ ബോഡി എല്ലാം കൂടെ ഇവിടെ വന്നാണ് കുഴിച്ചിടുന്നത്. അങ്ങനെ ഹീറോ കുറച്ച് ദൂരേക്ക് നോക്കുമ്പോഴാണ് അവൻ വയറ്റിലൊരു കമ്പും തറച്ചുകൊണ്ട് അവിടെ കിടക്കുന്നത് കാണുക. ഇപ്പം മരിക്കുക എന്ന അവസ്ഥയിലാണ് അവൻ കിടക്കുന്നത്. ഹീറോ ആണെങ്കിൽ കൈ കിട്ടിയൊരു കല്ലും എടുത്തോണ്ട് അവന്റെ അടുത്തേക്ക് നേരെ ചെല്ലും. അവൻ അടിച്ചു കൊല്ലാനാണ് വിചാരിക്കുക. എന്നാൽ ശരിക്കും അവൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ അവൻ താനേ തന്നെ മരിക്കും. ഹീറോ അവനോട് ചോദിക്കും, നീ എന്തിനാണ് ഈ കൊലയെല്ലാം ചെയ്തേ? എന്നാൽ അതിനവന് മറുപടിയൊന്നുമില്ല. അത് കാണുന്ന ഹീറോ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ പിന്നെ അവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നതിന്റെ ശബ്ദമെല്ലാം കേൾക്കാം. ആംബുലൻസ് എല്ലാം വരുന്നതിന്റെ ശബ്ദം കേൾക്കാം. എന്തായാലും എല്ലാം അവസാനിച്ചു. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഹീറോ ഇതുവരെ ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ ഇന്നാണ് ഡിസ്ചാർജ് ആവുന്നത്. ഹീറോയെ കാണാനായി നമ്മുടെ പാർക്ക് പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹീറോ ആദ്യം ചോദിക്കുക, നിങ്ങൾ ഷൂട്ട് ചെയ്തിരുന്ന രണ്ടാമത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ്. അവൻ ഓക്കെ അല്ലേ എന്നാണ്. അവൻ ഓക്കെയാണ്, കൂടുതലൊന്നും പറ്റിയിട്ടില്ല. ഹീറോ വീണ്ടും ചോദിക്കും, ആ പ്രാന്തൻ കൊലയാളി എന്തിനാണ് ഇത്രയും പേരെ കൊന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അതിന് പോലീസുകാരൻ പറഞ്ഞു കൊടുക്കും, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കില്ലേ, അതുപോലെ അവന് തോന്നുമ്പോൾ അവൻ കൊലപാതകങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെയാ. ഇമാതിരി പ്രാന്തം ജീവിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താല്ലേ ചെയ്യാ? പിന്നെ നമ്മൾ കാണുന്നത് ഹീറോ അപ്പാർട്ട്മെന്റ് മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധനങ്ങളെല്ലാം കെട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നേരം ഭാര്യ അങ്ങോട്ട് സന്തോഷത്തിലാണ് വരുന്നത്. അവള് സന്തോഷിക്കാൻ കാരണങ്ങൾ രണ്ടുണ്ട്. അതിലൊന്ന് ഹീറോ ആ കൊലയാളിയെ കൊന്നത്. അവന്റെ വയറ്റിൽ അന്ന് കമ്പെല്ലാം തറച്ചു നിന്നത് കൊണ്ട് തന്നെ അവൻ അന്ന് തന്നെ മരിച്ചുപോയി. രണ്ട്, സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ തന്റെ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതിനെ കുറിച്ച് ഹീറോയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ? ആക്സിഡന്റ് പറ്റിയിട്ട് കണ്ണിന് മാത്രം പരിക്ക് പറ്റിയ കുട്ടി ശരിക്കും ആക്സിഡന്റ് അല്ല, മറ്റെന്തോ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ആ കേസ് ഒന്നുകൂടെ അന്വേഷിക്കാനായി തീരുമാനിച്ചു. അതിന്റെ സന്തോഷം കൂടിയുണ്ട് ഭാര്യക്ക്. എന്തായാലും പോകുന്നതിന് മുന്നേ രാത്രി ഹീറോ ആ ഫ്ലാറ്റിന് മുന്നിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോഴേക്കന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ റൂമിൽ കയറി വാതിലടച്ച് പിണ്ടം വെച്ചു. പിണ്ടോ പണ്ടോ അങ്ങനെ എന്തോന്ന് വെച്ചു. ഹീറോ ആണ് ഫ്ലാറ്റിന് മുന്നിൽ നിന്ന് ഉറക്കെ എന്നെ രക്ഷിക്കണേന്ന് വിളിച്ചു പറയും. എങ്ങനെയൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ആരും ആ ശബ്ദമൊന്നും കേൾക്കുന്ന പോലുമില്ല. ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും ആരും ലേറ്റ് ഇടുന്ന പോലുമില്ല. അങ്ങനെ ആ ഒരു ദയനീയ അവസ്ഥ നോക്കി നിൽക്കുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് ദ വിറ്റ്നസ് എന്ന സിനിമ അവസാനിക്കുന്നു.
സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ചാനലിൻ്റെ പേര് ബുക്ക്ലെറ്റ് എന്നാണ്. നേരത്തെ ചാനലിൻ്റെ പേര് പറയാൻ മറന്നുപോയതാണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ മറക്കരുത്, ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും എല്ലാം കൊടുക്കാം. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കൽ.